ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വലിയ ഒരാഴ്ചത്തെ മഴ കഴിഞ്ഞിട്ട് ചെടികളുടെ അടുത്തേക്ക് ഇന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ചെടികളുടെ പൂക്കളൊക്കെ കുറേ കേട് വന്നിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പൂക്കളൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ. അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പൂ ചീഞ്ഞ് വരുന്നതിൽ ഫംഗസൊക്കെ കയറിയിട്ട് നമ്മൾ ചെടിയും ഓട്ടോമാറ്റിക്കായിട്ട് നശിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് ചെടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ കൂടെ ഒരു വീഡിയോ എടുത്ത് മഴക്കാലത്ത് എങ്ങനെയൊക്കെയാണ് റോസ് കെയർ ചെയ്യേണ്ടത് എന്ന ഡീറ്റെയിൽ കൂടി ഒന്ന് ഉൾപ്പെടുത്താമെന്ന് കരുതി കേട്ടോ. കുറേ ചെടികളിൽ നിന്നും ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. കുറേ ചെടികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ചില ചെടികളിൽ ഇലകളൊക്കെ നന്നായിട്ട് മഞ്ഞച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം. പിന്നെ കുറേ ഭാഗങ്ങളൊക്കെ ഒരുപാട് വളർന്നിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് നന്നായി കട്ട് ചെയ്ത് നിർത്തി കൊടുക്കാം. നമ്മളിങ്ങനെയൊക്കെ കട്ട് ചെയ്തൊക്കെ നിർത്തുകയാണെങ്കിൽ അടുത്ത ഒരാഴ്ച കൊണ്ടൊക്കെ തന്നെ നമ്മുടെ ചെടിയിൽ പുതിയ പുതിയ ബ്രാഞ്ചസൊക്കെ വന്ന് പെട്ടെന്ന് നല്ല ബുഷിയായിട്ട് തന്നെ വരും. പിന്നെ ഇതിൻ്റെ മണ്ണൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ചില ചട്ടികളിലൊക്കെ വെള്ളം പോവാൻ പറ്റാതെ മണ്ണൊക്കെ ഇങ്ങനെ കട്ടിയായി കിടന്നിട്ടേ, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചട്ടികളുടെ കടയൊക്കെ ഒന്ന് നമ്മൾ ആക്കിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കാം. പലരും ചെയ്യുന്നൊരു പ്രോസസ്സാണ്. വേനൽക്കാലത്ത് ചെടികളെല്ലാം എടുത്ത് പുറത്ത് വയ്ക്കും. മഴ വരുമ്പോൾ ചെടികളെല്ലാം എടുത്ത് സൈഡിലോ കാർ ഷെഡിലോ അങ്ങനെയൊക്കെ മാറ്റി വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം മഴയൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ചെടികൾ നന്നായി വരിക എന്നല്ലാതെ അതിന് വേറെ പ്രോബ്ലംസൊന്നും അങ്ങനെ വരില്ല. പിന്നെ അതുപോലെ ഇലയൊക്കെ കേട് വരുന്നത് നമ്മൾ ഇളക്കി മാറ്റി കൊടുക്കണം. കേട് വന്ന പൂക്കളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ നല്ല പൂക്കളൊക്കെ ഇതിനകത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്, എന്നാലും നമുക്ക് നല്ലൊരു ചെടിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ ഞാനെല്ലാം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ആ പൂവ് കൊഴിഞ്ഞു കഴിഞ്ഞ ഭാഗത്ത് വരുന്ന ഒരു കറുപ്പ് കളറ് അത് അങ്ങോട്ട് വ്യാപിച്ചിട്ട് നമ്മുടെ ചെടിയൊക്കെ നാശമായി പോകും. ഇപ്പം എൻ്റെ ചെടിയുടെ ഇലകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കൊഴിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ അത് നല്ല ഉഷാറായിട്ട് തന്നെ വരും. കാരണം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്, ഒന്ന് വളം ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മഴയില്ലാത്ത നേരം നോക്കിയിട്ട് നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. കണ്ടോ, അപ്പോൾ ഈ മഞ്ഞളൊക്കെ നമ്മൾ നന്നായിട്ട് അടർത്തി മാറ്റി കളയണം കേട്ടോ. പിന്നെ കൂടാതെ ഞാൻ എല്ലാ ചെടിയും ഒരു പകുതി ഭാഗമൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു മാറ്റം ആ ചെടിയിൽ വരും. അപ്പോൾ ഒരു പകുതി ഭാഗമൊക്കെ വെച്ച് വെട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല കരുത്തോട് കൂടിയിട്ട് തന്നെയാണ്. പിന്നെ അതിന് ഒരു ബ്രാഞ്ചായിട്ടല്ല വരിക കേട്ടോ, 2-3 ബ്രാഞ്ചസ് ആയിട്ട് തന്നെയാണ് വരിക. പിന്നെ ഈ മഴ പെയ്യുമ്പോൾ യാതൊരു കാരണവശാലും ചെടികൾ എടുത്തിട്ട് വീടിന് അകത്തേക്കോ കാർ ഷെഡിലേക്കോ അങ്ങനെയൊന്നും മാറ്റി കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ചെടികളെല്ലാം മഴയും വെയിലും കൊണ്ടിട്ട് തന്നെയാണ് വളരേണ്ടത്. കൂടാതെ മഴയില്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് സമയം നല്ല ഫംഗിസൈഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കുക. അപ്പോൾ മഴ വരുമ്പോഴേക്കും അത് ചെടിക്കകത്ത് നന്നായി പിടിച്ചോളും. ചെടിയുടെ ഇലയിലൊക്കെ നമ്മൾ ഫംഗിസൈഡൊക്കെ ഉപയോഗിക്കുമ്പോൾ മഴക്കാലത്ത് പ്രത്യേകിച്ച് ചെടിയുടെ ഇലയുടെ 2 സൈഡിനകത്തും അടിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിനകത്തൊക്കെ പുഴുക്കളൊക്കെ ഇരുന്നിട്ട് പിന്നെ ഇലകളിലൊക്കെ ഇങ്ങനെ കുത്തുകൾ വരും. അപ്പോൾ അതങ്ങനെ വന്ന് ഇലയൊക്കെ നാശമാവും. പിന്നെ അത് നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ നാശമായി പോകും. അപ്പോൾ ഈ ഇലയൊക്കെ മറിച്ച് പിടിച്ചിട്ടും അതിൻ്റെ അടിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പ്രെയർ വെച്ചിട്ട് തന്നെ മരുന്നടിച്ചു കൊടുക്കണം. എനിക്കിന്ന് അത്യാവശ്യം നല്ല ജോലി തന്നെ ഈ ഗാർഡനകത്തുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ചെടികളുടെ പ്രൂണിങ്ങും വളപ്രയോഗമൊക്കെ കഴിഞ്ഞിട്ട് ഈ ചെടികളിൽ വന്ന മാറ്റം അടുത്ത ആഴ്ച കാണിച്ചു തരാം. ഓക്കെ, ബൈ.